ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ചന്തുമോൾ ആകെ സങ്കടത്തിലിരിക്കുമ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് ചെന്നു. എന്താ മോക്ക് പറ്റിയ? മോളെന്താ വിഷമിച്ചിരിക്കണേ? അമ്മയില്ലാത്തതുകൊണ്ടാണോ എന്ന്. അപ്പം നയനാമയ്ക്ക് പുതിയ കുഞ്ഞുവാവ ഉണ്ടാകുമ്പോൾ ഈ മോളോടുള്ള ഇഷ്ടം പോകുമോ എന്നിങ്ങനെ കൊച്ച് ആദർശിനോട് ചോദിക്കുമ്പോൾ കൊച്ചിനെ എടുത്ത് മടിയിലേക്ക് ഇരുത്തിയിട്ട് മോളോട് ആരെന്ത് പറഞ്ഞാലും മോൾ അതൊന്നും കേൾക്കരുത് കേട്ടോ എന്ന് ആദർശ് പറഞ്ഞു കൊടുത്തു. കുഞ്ഞാവ വന്നാലേ അത് മോളുടെ അനിയനോ അനിയത്തിയോ ഒക്കെ ആയിരിക്കുമെന്നും ഞങ്ങളുടെ മൂത്ത മോള് തന്നെ കേട്ടോ എന്നൊക്കെ പറയാം. മോളുടെ സ്കൂളിലെ കൂട്ടുകാരെല്ലാം ഞങ്ങളെ മോളുടെ അച്ഛനും അമ്മയായിട്ടല്ലേ കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ അതേന്ന് വെച്ച് പറഞ്ഞു. മോളെ ഞങ്ങളുടെ സ്വന്തം മോളല്ലേ, പിന്നെ എങ്ങനെയാ മോളെ കളയുന്നതെന്ന് ആദർശ് ചോദിച്ചു കൊച്ചിനോട്. അങ്ങനെ അതിനെ സമാധാനിപ്പിക്കുക. നേരത്തെ ഇതിനെപ്പറ്റി നയനാമ്മയോട് ചോദിച്ചപ്പോൾ നയനാമ്മ എന്താ മോളോട് പറഞ്ഞേ? മോളെ കളയുമെന്നാണോ? അപ്പോൾ അല്ല എന്ന് പറഞ്ഞു. അപ്പം അതാ ഞാൻ പറഞ്ഞത്, അതങ്ങ് വിശ്വസിച്ചാൽ മതിയെന്ന് കേട്ടോ. അതാണേ സത്യമേ, അതല്ലാതെ ആരെന്ത് പറഞ്ഞാലും മോൾ അതൊന്നും കേൾക്കാൻ നിൽക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ വീട്ടിൽ നിന്ന് ആര് പുറത്ത് പോയാലും മോൾ പുറത്ത് പോവില്ല കേട്ടോ എന്നും പറഞ്ഞു. മോള് സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. അതും പറഞ്ഞ് കുഞ്ഞിൻ്റെ നെറ്റിയിലൊരു ഉമ്മയും കൊടുത്ത് അവരിങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ജാനകി പുറത്ത് കടയിൽ പോയി സാധനം മേടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അതുവഴി അച്ഛനും മോളും കൂടെ വരുന്നത്, നമ്മുടെ അനാമികയും വേണുവും കൂടി. അപ്പോൾ ഓറഞ്ചും അതും ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഇവരുടെ അടുത്ത് കൊണ്ടുവന്ന് വണ്ടി അങ്ങ് നിർത്തിയപ്പോൾ വേണു മോളെ ദേ ജാനകി അവിടെ നിൽപ്പുണ്ട്, അവർക്കിപ്പോഴും മോളോട് ദേഷ്യം ഉണ്ടാവാനൊന്നും വഴിയില്ല എന്ന് പറയുമ്പം ആ സംഭവത്തിന് ശേഷം പിന്നെ ഞാനവരെ വിളിച്ചിട്ടില്ല, അവരെന്നെയും വിളിച്ചിട്ടില്ല എന്ന് പറയുക. എന്തായാലും മോളൊന്ന് ചെല്ല്, ഒരുപാട് മോളെ സ്നേഹിച്ചതല്ലേ അവർ, അപ്പം ശരി ഞാൻ ചെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ചെല്ലുവാണ്. ജാനകിയുടെ സ്വഭാവം മാറിയതറിയാതെ പെട്ടെന്ന് അമ്മേ എന്നും പറഞ്ഞൊരു വിളി. ഇവളെ കണ്ടപ്പോഴത്തേക്കും ജാനകി ഒരു നോട്ടം അങ്ങ് നോക്കിയില്ലേ. അത് കഴിഞ്ഞപ്പോൾ അമ്മേ അമ്മേ അമ്മയെ വിളിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് നിന്നെ ഒന്ന് വിളിക്കണമെന്നും കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു എന്ന് ജാനകി പറയുക. അന്നേരം ആണോ, അതെന്തിനാ അമ്മയെന്ന് ചോദിച്ച് തീർന്നില്ല. കൂട്ടത്തു അനാമികയുടെ ചെവിക്കല്ല് തീർത്ത് ഒരൊറ്റ വരണം. ഞെട്ടിപ്പോയി എല്ലാവരും. അപ്പോൾ ഇതിന് തന്നെയാണെന്ന് പറയും. എൻ്റെ മോനെ കോടതി കയറ്റി, അതുപോലെ തന്നെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കോടതി കയറ്റിയതിനാണെന്നും പിന്നെ എന്നിട്ട് നീ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് കോടതിയിൽ ഉണ്ടാക്കി പറഞ്ഞതെന്നും ചോദിച്ചു. അപ്പോഴത്തേക്കും വേണു പറന്നു വന്നു കേട്ടോ. മോളെ തല്ലുന്ന കാഴ്ച കണ്ട് വേണുവിനെ കണ്ടപ്പോഴത്തേക്കും ഇയാളും ഉണ്ടായിരുന്നോ കൂട്ടത്തിൽ? ഇയാളുടെ ഭാര്യയുടെ കരുണത്വം ഇതുപോലെ ഒന്ന് പൊട്ടിക്കണമെന്ന് കരുതിയതാണെന്ന് ജാനകി പറയുന്നു. ഇതുപോലെ മക്കളെ വളർത്തി വഷളാക്കിയതിന്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് കൂറു മാറിയല്ലേ എന്ന് വേണു ചോദിച്ചു. എന്ത് മാറിയെന്ന് താൻ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല, പക്ഷെ എൻ്റെ കുടുംബത്തെ ഇല്ലാണ്ടാക്കി ഒരുത്തിയെയും അവരുടെ അച്ഛനെയും അമ്മയൊന്നും എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല എന്ന് ജാനകി വേണുവിനോട് പറഞ്ഞു. അന്നേരം നന്ദുവിനെ മരുമോളാക്കാൻ തീരുമാനിച്ചു കാണുമല്ലേ എന്ന് അനാമിക ചോദിക്കുമ്പം അങ്ങനെ ഒരു തീരുമാനം ഏതായാലും തൽക്കാലം ഇല്ല എന്ന് ജാനകി പറഞ്ഞു. ഇനി എന്തായാലും എൻ്റെ വീടിനകത്ത് കയറ്റാൻ കൊള്ളാത്തവരാരെയും ഞാൻ കയറ്റത്തില്ല എന്നും ജാനകി പറയുക. നിന്നെ ജീവന തുല്യം സ്നേഹിച്ചതാ ഞാൻ, എന്നിട്ട് അവസാനം എല്ലാം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് നീ എൻ്റെ മോനെ ജയിലിൽ കയറ്റാൻ നോക്കിയല്ലേ? ആദ്യം നീ എന്നെ ലോക്കപ്പിൽ കിടത്തിയതാ, അന്ന് പിന്നെ ഞാനത് പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കോടതിയിൽ സംഭവിച്ചതൊക്കെ അറിഞ്ഞപ്പോൾ നിന്നെ വീട്ടിൽ വന്ന് തള്ളി ശരിപ്പെടുത്തണമെന്ന് കരുതിയതാണെന്നും ജാനകി പറയുകയും ചെയ്തു. ഇപ്പോഴാണ് സൗകര്യത്തിന് കിട്ടിയതെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ പുറത്ത് തന്നെ ഉണ്ട് ജാനകി, ഒന്നും മറക്കാതെ പുറത്ത് തന്നെ ഉണ്ടാകുമെന്ന് വേണു പറയുമ്പോൾ മറക്കണ്ട, അനിയുടെ മുത്തശ്ശനും ഒന്നും മറന്നിട്ടില്ല എന്ന് ജാനകിയും പറഞ്ഞു. മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ ആട്ടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്കിക്കോളാനും ജാനകി പറയുക. അല്ലെങ്കിൽ അനിയുടെ മുത്തശ്ശനും മറ്റൊരു മുഖമുണ്ട്, അത് മോളും അച്ഛനും അമ്മയും കാണേണ്ടി വരുമെന്ന് പറഞ്ഞു. എനിക്ക് അത്ര നിങ്ങളോട് പറയാനുള്ളതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി അവിടെ നിന്ന് അങ്ങ് പോയി. ജാനകി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ തല്ലി കിട്ടിയ അവളും തിരുമ്പി മോളിങ്ങനെ നിൽക്കുക. അവളും മാറിയല്ലോ മോനെ എന്ന് അച്ഛൻ മോളോട് പറയുക. കാണുന്നവരൊക്കെ നമ്മളെ തല്ലുവാണല്ലോ മോളെ എന്ന് പറയുമ്പം അച്ഛന്മാർക്ക് കഴിവില്ലെങ്കിൽ മക്കൾ ഇങ്ങനെ നിന്ന് തല്ലുകൊള്ളേണ്ടി വരും, കൊണ്ട് വരാൻ നോക്കുന്നും പറഞ്ഞുകൊണ്ട് അനാമിക അച്ഛനെ വിളിച്ച് അവിടെ നിന്ന് അങ്ങ് പോയി. ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നമ്മുടെ നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദു അവിടെ മൊബൈലൊക്കെ നോക്കിയിരിക്കുക. അപ്പോൾ നമ്മുടെ അനിയാണെങ്കിൽ അവിടെ സ്റ്റാഫിനോടൊക്കെ സംസാരിക്കുന്നതൊക്കെ നന്ദു വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഭയങ്കര പവർഫുള്ളായിട്ട് ഭയങ്കര ലീഡിങ് ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അനി. അപ്പോൾ വന്ന് സ്റ്റാഫുകളോട് അവരുടെ സെയിലിങ്ങിനെ പറ്റി മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുവാണ്. അപ്പോൾ അതെ നമ്മുടെ അനി ഇങ്ങനെ അവരുമായിട്ട് സംസാരിക്കുന്നതൊക്കെ മൊബൈലിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് സന്തോഷമായിട്ട് നമ്മുടെ നന്ദു അവിടെ ഇരിക്കുന്നു. സ്റ്റാഫിനോടെല്ലാം സംസാരിച്ചതിന് ശേഷം അനി അവരെ പറഞ്ഞു വിട്ടിട്ട് ഭയങ്കര ഇതിലിങ്ങനെ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ നന്ദു ഇങ്ങനെ അനിയെ സ്വപ്നം കാണും അവിടെ ഇരുന്ന്. തൊട്ടടുത്ത നിമിഷം തന്നെ നന്ദുവിൻ്റെ കോൾ അനിയുടെ ഫോണിലേക്ക് വന്നു. അനി വേഗം തന്നെ കോൾ എടുത്തു. പറയടി, എന്നാ വിളിച്ചേ? അപ്പം നല്ല പ്രകടനമാണല്ലോ നീ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് നനിയോട് നന്ദു ചോദിക്കുമ്പം എന്താ അത് വേണ്ടേന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വേണം,
എടി ഞാൻ നോക്കുന്ന എല്ലാ ബ്രാഞ്ചുകളും ഇപ്പോൾ ടോപ്പിലാണ് നിൽക്കുന്നതെന്ന് അനി നന്ദുവിനോട് പറയുക കേട്ടോ. ഇനി താഴോട്ട് പോകാൻ എന്തായാലും പറ്റില്ല. ഈ ഒന്നാമതെത്തിയ അതൊരു വലിയ പ്രശ്നമാണെന്നും പിന്നെ രണ്ടാമതാകുന്നത് വലിയ വിഷമമുള്ള കാര്യമാണെന്നൊക്കെ ഇങ്ങനെ അനി നന്ദുവിനോട് പറഞ്ഞു. നീ ഒരിക്കലും രണ്ടാമതായി പോകരുത്, മുന്നോട്ട് തന്നെ പോകണമെന്ന് നന്ദു പറയുമ്പം എടി നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിലും ഞങ്ങളുടെ ജ്വല്ലറി ഒരുപാട് ഉയരങ്ങളിൽ എത്തുമെന്ന് അനി നന്ദുവിനോട് പറയുക. എന്നും പറഞ്ഞ് മൂളിക്കൊണ്ട് നിൽക്കുമെന്ന് നന്ദു. അതുകൊണ്ട് നീ ആ യൂണിഫോം അഴിച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ നോക്കാനും പറഞ്ഞു. നന്ദു അതിനൊന്നും മിണ്ടുന്നില്ല. അതിനിപ്പോൾ നമ്മുടെ വിവാഹം കഴിയേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ നിനക്ക് ഇങ്ങോട്ട് വരാവുന്നതല്ലേ ഉള്ളൂ എന്നും അനിയോ നന്ദുവിനോട് ചോദിക്കുമ്പം ഒരു കാരണവശാലും പറ്റില്ലടാ, ഇപ്പോൾ ഒരാൾ കൂടിയുണ്ട് ഞാൻ അങ്ങോട്ട് വരരുത് എന്ന് തറപ്പിച്ച് പറയുന്ന ഒരാൾ, നവ്യേച്ചി. പക്ഷേങ്കിൽ എൻ്റെ അമ്മ എന്തായാലും ഒന്ന് തണുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിൻ്റെ അമ്മ നമ്മൾ തമ്മിലുള്ള വിവാഹം അനുകൂലിക്കുന്നതാണ് നീ വിചാരിക്കുന്നതെന്ന് നന്ദു ചോദിച്ചു. അപ്പോൾ അതില്ല, പിന്നെ ഇപ്പോഴും നീ അങ്ങോട്ട് വരരുതെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അനി ഇങ്ങനെ നന്ദുവിനോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ജ്വല്ലറിയിലേക്കൊന്നും ഇല്ലടാ എന്ന് നന്ദുവും പറഞ്ഞു. സംഗതിയൊക്കെ ശരിയാ, പക്ഷേ നീ എൻ്റെ ജീവിതത്തിൽ എന്തായാലും ഉണ്ടാകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തായാലും ഇല്ലാണ്ട് പറ്റത്തില്ലല്ലോ എന്ന് നന്ദു. ശരിയടി, ഞാനേ വെക്കുക, എനിക്ക് ജോലി ഒരുപാടുണ്ട്, സ്റ്റാഫുകളൊക്കെ ശാസിച്ചിട്ട് ഞാൻ കാമുകിയുമായി സൊള്ളുന്നത് ശരിയല്ലല്ലോ. അപ്പം ശരി എന്നാന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. നന്ദു ഇവിടെ സ്വപ്നം കണ്ടു നിൽക്കുന്നു, അനി അവിടെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും ആദർശവും ഒക്കെ കൂടെ അവിടെ ഇരിക്കുക. അപ്പോൾ ചന്തുമോളെ നവ്യ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ചന്തുമോൾക്ക് നല്ല വിഷമം ഉണ്ടെന്ന കാര്യം ദേവയാനി പറയുക കേട്ടോ. അത് കേൾക്കുമ്പോൾ ആദർശിനും ശരിക്കും സങ്കടം വന്നു. അപ്പോൾ ആദർശ് പറഞ്ഞു, അത് തന്നെയാമേ ശരിക്കും സത്യം, ചന്തുമോള് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയം മനസ്സിൽ എന്ത് കുത്തിവെച്ചാലും അത് ആ കുഞ്ഞിൻ്റെ ഭാവിയെ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് മാത്രമല്ലല്ലോ നാവുള്ളത്, നമുക്കും ഇല്ലേ എന്ന് ചോദിച്ചു ദേവയാനി. പഴയുന്നത് മുഴുവനും കള്ളമാണെന്ന് മോളെ ധരിപ്പിക്കണം. ഗൃഹപ്പിഴയ്ക്ക് ഇപ്പം നവ്യയും അവരുടെ പക്ഷത്താ, അത് അതിനേക്കാളും വലിയ വിഷമമുള്ള കാര്യമെന്നൊക്കെ ദേവയാനി പറഞ്ഞു. അപ്പോഴാണ് അനി കയറി വരുന്നത്. അനി അകത്തേക്ക് കയറി പോയപ്പോൾ എന്താണ് ഇന്ന് നേരത്തെ പോകുന്നതെന്ന് ചോദിച്ചു. അമ്മ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞു എന്ന് അനി പറയൂ കേട്ടോ. അതെന്താ പോലും എന്നും പറഞ്ഞ് ഇവരിങ്ങനെ ഇരിക്കുക. അല്ല, ഇവിടെ വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലെന്ന് ദേവയാനിയും പറഞ്ഞു. പിന്നെ എടാ ഇളയമ്മയ്ക്ക് ഇപ്പം നല്ല മാറ്റം ഉണ്ടെന്നും അതിൻ്റെ ആശ്വാസത്തിലാണ് ഞങ്ങളെന്ന കാര്യം ആദർശ് ഇങ്ങനെ അനിയോട് പറയാം. അപ്പം മരുമോളെ തിരിച്ചറിഞ്ഞതോടുകൂടി പറഞ്ഞതും ചെയ്തതും ഒക്കെ തെറ്റായിപ്പോയെന്ന് ഒരു തോന്നലുണ്ട് ഇളയമ്മയ്ക്കുന്ന കാര്യം ആദർശ് പറയുമ്പം അമ്മ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ എന്ന് അനി പറഞ്ഞു. പക്ഷേ വേറെ ചിലർ ഇപ്പം അതിനേക്കാളും വലിയ പ്രശ്നക്കാരായിരിക്കല്ലേ എന്ന് ചോദിച്ചു. അപ്പച്ചി നേരത്തെ തന്നെ അങ്ങനെയായിരുന്നു, പക്ഷേ നവ്യേട്ടത്തിയുടെ മാറ്റമാണ് ഇപ്പം ആകെ കുഴപ്പമായിരിക്കുന്നതെന്ന കാര്യമൊക്കെ അനി ഇങ്ങനെ പറയുകയും ചെയ്തു. അബി എന്താണെന്നും ഏതാണെന്നും ഇതുവരെ ഏട്ടത്തിക്ക് മാത്രം മനസ്സിലായിട്ടില്ല എന്നും അതാണ് ശരിക്കും പ്രശ്നമെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ഇപ്പം എല്ലാം തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായി പോയില്ലേ? അങ്ങനെ പറഞ്ഞാൽ നയനെപ്പോലെയൊന്നും അല്ല നവ്യ, എല്ലാം ശാന്തമായി കേൾക്കാനൊന്നും നിൽക്കത്തില്ല എന്നും പറഞ്ഞു. പിന്നെ എന്താ സംഭവിക്കുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നും. ഭർത്താവിനെ നഷ്ടപ്പെടുത്തണമെന്ന് അവളോട് ആരും പറയില്ല, പക്ഷേ ഇനിയെങ്കിലും അവൾ അഭിയെ നേർവഴിക്ക് നടത്തിയില്ല എങ്കിൽ അവളുടെയും അവളുടെ കുഞ്ഞിൻ്റെയും ജീവിതമായിരിക്കും നശിക്കാൻ പോകുന്നതെന്ന കാര്യം ദേവയാനി ഇങ്ങനെ പറയാം. ജലജ എന്താണെങ്കിലും മാറാൻ പോണില്ല, പക്ഷേ അവളൊരു ഭാര്യ എന്ന നിലയിൽ അവൾക്ക് ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ആൺകുട്ടികളും മാറാറുണ്ട്, പ്രത്യേകിച്ച് ഒരു കുഞ്ഞൊക്കെ ജനിച്ചതിന് ശേഷം. ഇവിടെ ഇപ്പം എന്താ അതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ദേവയാനി. ഇപ്പോഴും 2 അടുപ്പാണ് അടുക്കളയിൽ എരിയുന്നതെന്ന് അനി ചോദിക്കുമ്പം അങ്ങനെയൊന്നുമില്ല, ഒന്നായി, ഇനി എപ്പോൾ വേണമെങ്കിലും 2 ആകാം എന്ന് ദേവയാനി ഇങ്ങനെ പറയുമ്പോൾ ആദർശം അനിയും കൂടി ഇങ്ങനെ നോക്കുക കേട്ടോ. നവ്യ അത്രത്തോളം നമ്മളോടൊക്കെ ദേഷ്യത്തിലും കലിപ്പിലും നടക്കുകയാണെന്ന് പറഞ്ഞു. അന്നേരം ഏട്ടത്തിയുടെ ദേഷ്യം പുത്തൻ ഏട്ടത്തിൻ്റെ കാര്യത്തിൽ അവരുടെ ദൃഷ്ടിയിൽ അബിയേക്കാളും വലിയ തെറ്റ് ചെയ്ത ആളാണ് ഏട്ടൻ. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് എല്ലാവരും ഏട്ടനോട് ഇത്ര സ്നേഹം കാണിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മുടെ അടുത്തേക്ക് ഇപ്പോഴും ഭയങ്കര സംശയമാണെന്ന കാര്യം അനി പറഞ്ഞു. പിന്നെ ഏതായാലും അമ്മ എന്നെ എന്തിനാ വിളിച്ചതെന്ന് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് അനി അകത്തേക്ക് പോകുമ്പം എടാ ഇനി ഇളയമ്മ തീരുമാനം മാറ്റിയിട്ട് നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്നെല്ലാം കരുതി കാണുവോടാ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം അവൾക്കുണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ദേവയാനി. പക്ഷേ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല വല്യമ്മേ, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അനി അകത്തേക്ക് കയറിപ്പോയി. ദേവയാനിയും ആദർശം കൂടെ ആ പ്രതീക്ഷയിൽ അവിടെ നിൽക്കുവാണ്. ആ സമയത്ത് ജാനകി ആണെങ്കിലും മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ആലോചനയായിട്ട്. അപ്പോഴാണ് മോൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അമ്മേ എന്നും പറഞ്ഞ് വിളിച്ച് ചെന്നു. ആ സമയത്ത് അമ്മ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുക കേട്ടോ. എന്താ അമ്മേ, എന്തിനാ എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ, എന്നാ പറ്റിയ അമ്മേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ട് മോൻ്റെ കൈകളിൽ ചേർത്ത് പിടിക്കുക അമ്മ. നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എന്നും പറഞ്ഞാൽ അനി ഇങ്ങനെ നോക്കുക. എനിക്കൊന്നും മനസ്സിലായില്ല, അനാമികയുടെ സ്വഭാവം ഇത്രത്തോളം മോശമാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് എന്നൊക്കെ ജാനകി അനിയോട് പറയൂ കേട്ടോ.
നീ എന്തുമാത്രം അനുഭവിച്ചു മോനെ അവളെ കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. പെട്ടെന്നാണല്ലോ അമ്മയ്ക്കിപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്, എന്താ കാര്യമെന്ന് അനിയൻ നേരം ചോദിക്കുക. അന്നേരം പെട്ടെന്നൊന്നുമല്ല, നിൻ്റെ അച്ഛൻ കുറച്ച് ദിവസമായിട്ട് എന്നെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന കാര്യം ജാനകി പറയുക. പിന്നെ ഞാൻ കഴിഞ്ഞു പോയതൊക്കെ ഓരോന്നിങ്ങനെ ഓർത്തെടുത്തപ്പോഴാണ് നിന്നെ എത്രമാത്രം വേദനിപ്പിച്ചു എന്നെനിക്ക് മനസ്സിലായത് എന്ന് പറയാം. അപ്പോൾ അമ്മയും മാറി. ഇനിയിപ്പോൾ നന്ദുവിൻ്റെ കാര്യം മെല്ലെ അവതരിപ്പിക്കാമെന്ന് അനി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. ആ സമയത്ത് അമ്മ, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞ് ഇന്നേ വരെ അമ്മയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് അമ്മയോട് പറയാം. ഞാൻ എൻ്റെ ഇഷ്ടം നടത്താൻ വേണ്ടിയിട്ട് ഇതുവരെ ആരെയും ശല്യം ചെയ്ത് പിറകെ കൂടിയിട്ടുമില്ല എന്ന് പറയുമ്പോൾ എനിക്കറിയാം മോനെ, അതുകൊണ്ട് ഇനി നിന്നെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല. പക്ഷെ ഒരു കാര്യം മാത്രം മോൻ ഒരിക്കലും എന്നോട് പറയരുത് എന്ന് ജാനകി പറയണു. അത് നന്ദുവിൻ്റെ കാര്യമാണെന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലാറ്റ് അനിയുടെ കാര്യം പോക്കടിച്ചു. ഒരു വീട്ടിൽ നിന്ന് ഇവിടെ 3 പേരെ വേണ്ട എന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. ആ ഒരു കാര്യത്തിൽ മാത്രം വിട്ടുവീഴ്ചയില്ല എന്നും പറഞ്ഞു ജാനകി. അമ്മേ, ഒരു വീട്ടിൽ നിന്ന് 3 പേര് വന്നാൽ എന്താ അമ്മേ, ആകാശം ഇടിഞ്ഞ് വീഴുവോ എന്ന് അമ്മയോട് ചോദിക്കാം. ആകാശം ഇടിഞ്ഞ് വീണാലും ഭൂമി പിളർന്നു പോയാലും ശരി, അത് മാത്രം എൻ്റെ മോൻ എന്നോട് പറയരുത് എന്ന് ജാനകി അനിയോട് പറയൂ കേട്ടോ. ബാക്കി മോൻ്റെ എല്ലാ ആഗ്രഹത്തിനൊപ്പവും ഞാൻ കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി പറയുമ്പോൾ അനിയാണെങ്കിൽ ആകതാമ സങ്കടത്തിലായി, മൊത്തം പോയി. ഇനി ഈ വീടിനകത്ത് 2 അടുപ്പൊന്നും വേണ്ട, പഴയതുപോലെ ഞാനും ഏട്ടത്തിയും എല്ലാവരും കൂടി ഒന്നിച്ച് അടുക്കളയിൽ കയറിക്കൊള്ളാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ജാനകി. ആ സമയത്ത് അമ്മേ, മുത്തശ്ശനും മുത്തശ്ശിയും ആദർശേട്ടനും അതുപോലെ നയനേട്ടത്തെയും എല്ലാവരും മാറി. വല്യമ്മയുടെ കാര്യവും അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അച്ഛനും വല്യച്ഛനൊന്നും മുന്നേ തന്നെ എതിർപ്പുള്ളതല്ല. അപ്പോൾ എന്തോന്ന് നീ പറഞ്ഞു വരുന്നേ എന്ന് ചോദിച്ചു ജാനകി. ഞാൻ നന്ദുവിൻ്റെ കാര്യം തന്നെയാണ് അമ്മയെ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നും ചോദിച്ചുകൊണ്ട് അമ്മ വീണ്ടും മോനോട് പറയുക. അതൊരിക്കലും ശരിയല്ല. ഇപ്പോൾ അഭി ജയിലിലേക്ക് പോയതിന് ശേഷം നവ്യ പാടെ മാറിയിരിക്കുകയാണെന്നും അവൾക്ക് നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരു താല്പര്യവും ഇല്ല എന്ന് ജാനകി പറയാം. പിന്നെ എന്തിന് അടിയും വഴക്കും ഇട്ട് നമുക്കൊരു ബന്ധം എന്നൊക്കെ ജാനകി ഇങ്ങനെ അനിയോട് ചോദിച്ചു. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന് മാത്രം നീ എന്നോട് വാശി പിടിക്കരുത് എന്ന് പറഞ്ഞു. എന്തായാലും അമ്മ ശത്രുക്കളായി കരുതിയിരുന്നവരൊക്കെ ഇപ്പം സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണെന്ന് അനി അന്നേരം പറഞ്ഞു. അതും പറഞ്ഞ് നമ്മുടെ അനി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകി വിഷമിച്ച് അവിടെ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അനിയും നന്ദുവും കൂടെ കാണുവാട്ടോ പുറത്ത് വെച്ച്. അപ്പോൾ അനി എന്തിനാണ് വിളിച്ചതെന്ന് നന്ദു ചോദിച്ചു. അന്നേരം അഭിക്കെതിരെ നീ എടുത്ത നിലപാടിനോട് ഞാൻ 100% യോജിക്കുകയാണെന്ന കാര്യം അനി പറയാം. ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടിലെ എൻ്റെ അപ്പച്ചിയും നിൻ്റെ ചേച്ചിയും ഒഴികെ ബാക്കി എല്ലാവരും അഭിപ്രായക്കാരാണെന്ന് പറഞ്ഞു. പക്ഷെ നവ്യേച്ചിയുടെ കാര്യം കഷ്ടമല്ലേടാന്ന് ചോദിച്ചു നന്ദു. നവ്യേട്ടത്തേക്ക് അറിയില്ലല്ലോ അവൻ്റെ ചരിത്രം എന്താണെന്ന്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാലെല്ലാം സോൾവ് ആയേനെ. പക്ഷെ അതിനുശേഷം ചേച്ചിയുടെ ജീവിതം എങ്ങനെയാകുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു നന്ദു. ചേച്ചി ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യുമെന്നാണ് എല്ലാവരും ഭയക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം അതിനെല്ലാം സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇനി പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു അനി. പക്ഷെ എന്നായാലും അഭി ജയിലിൽ നിന്ന് ഇറങ്ങില്ല, റിമാൻഡ് കാലാവധി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ജാമ്യം കിട്ടാനുള്ള സാധ്യതകളും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവനെപ്പോലെ ഒരുത്തൻ്റെ കൂടെ ചേച്ചി അങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചപ്പം അതൊരു ചോദ്യം തന്നെയാണെന്ന് പറഞ്ഞു അനി. പിന്നെ ഏട്ടൻ അവനെ ഒരു ജ്വല്ലറിയുടെ ചുമതലയൊക്കെ ഏൽപ്പിച്ചല്ലോ, ആ അവസരം മുതലാക്കിയാണ് അവൻ കള്ളക്കടത്ത് സ്വർണ്ണമൊക്കെ വിറ്റതെന്ന കാര്യമൊക്കെ അനി പറഞ്ഞു. അവനെ എങ്ങനെയും പണം ഉണ്ടാക്കണം, ആ ഒരു ചിന്തയേ ഉള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ അധികാരം മുഴുവൻ അവന് കൊടുത്താലും അവൻ അതുകൊണ്ടൊന്നും തൃപ്തനാകാൻ പോകുന്നില്ല, അവിടെയും അവൻ തിരുമറി നടത്തും എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള മൈൻഡുള്ളവരെ മാറ്റിയെടുക്കാനും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് നന്ദു അന്നേരം പറഞ്ഞു. എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ജീവിതത്തിൽ ഒരേ ഒരു അബദ്ധം മാത്രമേ പറ്റിയിട്ടുള്ളൂ, അത് അപ്പച്ചി ദത്തെടുത്തതാണെന്നൊക്കെ അനിയോ പറഞ്ഞിട്ട് അങ്ങനെയുള്ളവർ സ്വന്തം മക്കളെക്കാളും മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ സ്നേഹിക്കേണ്ടവരാണെന്നും പക്ഷെ അവർക്ക് യാതൊരു സ്നേഹവും ഇവരോടില്ലാന്നും അനി പറയുവാണേ. പിന്നെ അവരുടെ മോനും ഈ സ്വഭാവം തന്നെയല്ലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിയുടെ ഫോണിലേക്ക് കോൾ വന്നു. ആഹാ, അവനാ വിളിക്കുന്നത്, നവീനാണെന്ന് പറഞ്ഞു. അപ്പോൾ കോൾ എടുത്തു കേട്ടോ. എന്താടാ, അല്ല നീ ഇതെവിടെയാണെന്ന് ചോദിച്ചു. അത് പിന്നെ എൻ്റെ നിൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് നിൽക്കുക, SI നന്ദനയുടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നവീന് ഭയങ്കര സന്തോഷം. അതെ, അങ്ങനെയാണെങ്കിൽ നീ അവളെയും കൂട്ടി നമ്മുടെ സാധാരണ പോകാറുള്ള ഹോട്ടലിലേക്ക് പോരേന്ന് പറഞ്ഞു. നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. നിനക്ക് തിരക്കൊന്നുമില്ലല്ലോ അല്ലേന്ന് ചോദിച്ചപ്പോൾ തിരക്കുണ്ട്, എങ്കിലും നീ വിളിക്കുമ്പോൾ വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ശരി, ഞാനേ ഈ പോലീസ് ഓഫീസറോടും ഫ്രീ ആണോ എന്നൊന്ന് ചോദിക്കട്ടെ. ഫ്രീ അല്ലെങ്കിൽ നീ കുറച്ച് സമയത്തേക്കെങ്കിലും അവളെയും കൂട്ടി വാടാമെന്ന് പറഞ്ഞു. ശരി വരാമെന്നും പറഞ്ഞു. അനി ഫോണും കട്ട് ചെയ്തു. അപ്പോൾ എടി, നമ്മൾ അന്ന് പോയ ഹോട്ടലിലേക്ക് ചെല്ലാൻ അവൻ പറഞ്ഞു, നമുക്ക് പോയാലോ? അപ്പോൾ പോകാമെന്ന് പറഞ്ഞു.
അവനോട് നിന്റെ ചേച്ചി അബിയുടെ കേസ് ഏറ്റെടുക്കണമെന്ന കാര്യം പറഞ്ഞിരുന്നതാണെന്നും എന്നിട്ട് അവൻ അതിന് നിന്ന് കൊടുത്തില്ലെന്നും അനി പറയുക കേട്ടോ. അതിന് അവനൊരു പാർട്ടി കൊടുക്കണമെന്ന് ഞാൻ കരുതിയതായിരുന്നു. എന്തായാലും എല്ലാം കൂടി ഇന്ന് തന്നെ ആയി കളയാമെന്നും പറഞ്ഞുകൊണ്ട് അനിയും നന്ദുവും കൂടി ഇങ്ങനെ പോവുക കേട്ടോ നവീനെ കാണാനായിട്ട്. അങ്ങനെ നവീനും ഇവരിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കേട്ടോ നന്ദു, ഇവൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് നവീൻ്റെ പറ്റി പറയാം. അത്രേ മാത്രമേ ഇവൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ പെണ്ണിൻ്റെ പേര് നാളൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും അനി ഇങ്ങനെ ഇവിടെ ഇരുന്ന് പറയുമ്പം പെണ്ണിൻ്റെ പേര് പറയുമ്പോൾ നവീനേട്ടൻ്റെ അമ്മയും മുത്തശ്ശനൊന്നും സമ്മതിക്കില്ലേ എന്ന് നന്ദു ചോദിച്ചു കേട്ടോ. അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടിയാണോ കണ്ടെത്തി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പം പെൺകുട്ടിക്ക് വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലെങ്കിലും ഒരു ജോലിയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ നവീൻ പറയുക. എടാ പിന്നെന്താടാ കുഴപ്പം, ജോലി ഉണ്ടെങ്കിൽ തന്നെ പകുതി സമാധാനം ആയില്ലേടാ എന്ന് ചോദിച്ചു. വീടിനകത്ത് കഥ കടച്ചിരിക്കുന്ന പെൺകുട്ടികളെ നമ്മൾ ആണുങ്ങളെ കൂടുതൽ ശല്യം ചെയ്യുന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ അനി പറയുമ്പം ആളിൻ്റെ പേര് പറഞ്ഞു നമുക്ക് അടിച്ച് പൊളിക്കാവെന്ന് പറഞ്ഞു നന്ദു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിനക്ക് 10-22 വയസ്സ് കഴിഞ്ഞല്ലോ, നിൻ്റെ കാര്യം എന്തായി എന്ന് നവീൻ ഇങ്ങനെ നന്ദുവിനോട് ചോദിക്കാം. അപ്പോൾ നമ്മുടെ നന്ദു ഇവളുടെ നിശ്ചയം പൊളിഞ്ഞു പോയതിന് നീയും സാക്ഷിയല്ലേ എന്ന് ചോദിച്ചു. അതിനുശേഷം പിന്നെ ആലോചനയൊന്നും വന്നില്ലേ എന്ന് നവീൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ തൽക്കാലം കല്യാണമൊന്നും വേണ്ടാന്നും പറഞ്ഞ് നിൽക്കുക ഞാൻ. അന്നും അതങ്ങനെ തന്നെയായിരുന്നു. അപ്പോഴാ അച്ഛനും അമ്മയും കൂടെ നിർബന്ധിച്ച് അങ്ങനെ ഒരുത്തൻ്റെ തലയിൽ എന്നെ കെട്ടിവെക്കാൻ നോക്കിയതെന്ന കാര്യമൊക്കെ നന്ദു ഇങ്ങനെ പറയുവാണ്. ഇനി പെട്ടെന്നൊന്നും എനിക്കൊരു കല്യാണം വേണ്ട എന്നും നന്ദു ഇങ്ങനെ പറയുമ്പോൾ നവീൻ ഇങ്ങനെ നോക്കിയിരിക്കുക. ഞാൻ ഇപ്പോഴൊരു വനിതാ എസ്ഐയല്ലേ, എൻ്റെ ജോലിയുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരാൾ വരികയാണെങ്കിൽ മാത്രമേ ഞാൻ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് നന്ദു എന്ന് നവീൻ പറയുക. എൻ്റെ പ്രൊഫഷനുമായി ഒത്തുപോകുന്ന ഒരാളെയാണ് എനിക്കും വേണ്ടതെന്ന് നമ്മുടെ നവീനും പറഞ്ഞു. ഇപ്പോൾ കണ്ടുവച്ചിരിക്കുന്ന ആൾ അങ്ങനെ ഒത്തുപോകുന്ന ആളല്ലേ എന്ന് അനി അന്നേരത്തേക്ക് നവീനോട് ചോദിച്ചു. പോകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ ഇരിക്കുക. എടാ പിന്നെ നിൻ്റെ അമ്മയുടെ സങ്കടം നിനക്കങ്ങ് തീർത്തു കൊടുത്തൂടെ, അത് ഫിക്സ് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുമ്പം ഫിക്സ് ചെയ്യണം എന്ന് നന്ദു തന്നെ നോക്കിക്കൊണ്ട് നവീൻ പറയുന്നു. പെണ്ണിനെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾക്കൊരു വേഗത വരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അല്ല അതൊക്കെ പോട്ടെ, ആ പെൺകുട്ടിക്ക് ഇതൊക്കെ അറിയാവോ, അതോ നവീനേട്ടൻ സ്വന്തം ഇഷ്ടം അവളോട് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ സത്യം പറയാലോ ഇല്ല എന്ന് പറഞ്ഞു. ഫസ്റ്റ് കൊള്ളാം. എടാ ഇനി അവളെങ്ങാനും നോ പറഞ്ഞാലോ, അങ്ങനെ പറയില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു. അങ്ങനെ വെറുതെ സമയം കളയാതെ പറയാനുള്ളത് പെട്ടെന്ന് പറയാൻ നോക്ക് നവീനേട്ടാ എന്ന് നന്ദു അങ്ങനെ നവീനോട് പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നാലേ അവസാനം അനിയെപ്പോലെ നിരാശപ്പെടേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തു നന്ദു. കല്യാണം ഫിക്സ് ചെയ്തിട്ട് ഞങ്ങളെ വിളിച്ചതുപോലെ ഒരു പാർട്ടി നടത്തല്ലേ എന്ന് അനി പറയുമ്പം അതെ അല്ലെങ്കിലേ ഞങ്ങൾ അങ്ങോട്ടൊരു പാർട്ടി തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പം നീ എനിക്ക് പാർട്ടി ഒരുപാട് തരാനുണ്ട്, ജോലി കിട്ടിയിട്ട് എല്ലാവരുമായിട്ടൊന്നും കൂടിയിട്ടൊന്നും ഇല്ല എന്ന് നവീൻ നന്ദുവിനോട് പറയുമ്പം അതിനെന്താ എല്ലാത്തിനും കൂടെ നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം അങ്ങ് കൂടെ എന്താ പോരേന്ന് ചോദിച്ചു നന്ദു. അങ്ങനെ അവർ 3 പേരും കൂടി ഫുഡൊക്കെ കഴിച്ചിങ്ങനെ അവിടെ ഇരിക്കുന്നു. നവീനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നന്ദുവിനെ ഇങ്ങനെ നോക്കുക. എന്നിട്ട് നന്ദുവിനെ ഇങ്ങനെ ഒരു നോട്ടമൊക്കെ നോക്കി ഒന്ന് ചിരിച്ച് നന്ദുവിനെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. എൻ്റെ അമ്മോ, ഇതിന് അവസാനം എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ടാറ്റാ.